വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളുകളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വന്നപ്പോഴത്തേക്കും മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യം കണ്ടു. അതിനുശേഷം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഈ കഴിഞ്ഞ മഴയിൽ നമ്മുടെ ഒരു സൈഡ് അത്രയും പൊളിഞ്ഞു പോയി. അതിൽ താഴെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇത്തിരി പൊളിഞ്ഞിരിക്കുന്ന കാണുമ്പോഴായിരുന്നു. പക്ഷെ ഇത്രയും അങ്ങനെ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ഇത് മാത്രമല്ല, വീടിൻ്റെ ഉള്ളിലെല്ലാം ഈ ഇങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യും എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എങ്ങനെയൊരു ആദ്യം ഒരു ടെൻഷനായിരുന്നു. മഴ വരുമ്പോൾ ഇനി ഇങ്ങനെ വഴിയുടെ കാര്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഇത്. പിന്നെ വീടിനകത്തും ഒക്കെ ഒരുപാട് അടുത്തൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് നമ്മൾ വീഡിയോ ഇടുന്ന സമയം തൊട്ട് എന്നോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ നമ്മുടെ ആശയമൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ഇങ്ങനെ അടിച്ചുകൂട്ടിയെന്നൊക്കെ. പക്ഷേ നമ്മുടെ സ്ഥിതി ഇതാണ്. ഇങ്ങനെ അകത്ത് ഒന്നും നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് ഒരു പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ ഇത് ഇത്രയും പൊളിഞ്ഞ് പോയതുകൂടി കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമ്മുടെ ഒരു അതിരാവിലെയാണ് ഇതിങ്ങനെ പൊളിഞ്ഞു പോയത് തന്നെ. അപ്പം അതിരാവിലെ വീട് ഒരു വലിയൊരു ശബ്ദത്തോടെയാണ് ഇത് ഇടിഞ്ഞു പോയത്. ഞങ്ങളെല്ലാവരും പേടിച്ചു, ഇത് വീടാണോ ഇടിഞ്ഞു പോകുന്നത്. കാരണം എല്ലായിടവും അത്യാവശ്യം ഇടിഞ്ഞും പൊളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും വീടിൻ്റെ പേരുള്ളൂ, പക്ഷെ അതൊക്കെ ആ ഒരു ഡാമേജ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം പേടിച്ചു. കാരണം ഇങ്ങനെ എന്നെക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ പെട്ടെന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പം ഈ വലിയ ശബ്ദമായിരുന്നു. അപ്പം പുറത്തിറങ്ങി എന്താണെന്ന് പിന്നെ നോക്കി വന്നപ്പം ഇതാണ് പൊളിഞ്ഞു പോയത്. എന്തോ ഒരു ഭാഗ്യത്തിന് ആരും ഇതിൻ്റെ അടുത്ത് നിൽക്കാത്തത് കൊണ്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. പകല് സമയമൊക്കെ ആയിരുന്നെങ്കിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കുട്ടിപ്പിട്ടാണെല്ലാം ഇവിടെ ചുറ്റും കറക്കമാണ് എപ്പോഴും. എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ ഒരു അപകടമൊന്നും സംഭവിച്ചില്ല. അത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അയ്യോ, ഒന്നും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം അത്രയും വലിയൊരു ശബ്ദത്തിലാണ് ഞങ്ങൾ പേടിച്ചു പോയി. അയ്യോ എന്താണെന്നൊക്കെ. അടുത്തുള്ളവരൊക്കെ ഓടി വന്നു. ഇത് കണ്ട് ഭയങ്കര സങ്കടമായിട്ട് കൂട്ടുകാർ അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തൊരു ഇതിൽ നിൽക്കുകയായിരുന്നു, ഒരു സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ നിന്നാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ മുന്നോട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് വീഡിയോസൊക്കെ ഇടുക, നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് നമുക്കൊന്നും കൂടി ഇതായിട്ട് വരാനുള്ളൊരു ഇത് തോന്നുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങളാണ് വീഡിയോയിലൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവില്ലല്ലോ, സങ്കടങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് പങ്കുവെക്കാമെന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി മുന്നോട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എനിക്ക് ഉണ്ടാവണം. അപ്പം അടുത്ത് നല്ല സന്തോഷത്തോടെ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ കഴിയട്ടെ. അപ്പോൾ ഇതൊന്നും കൊണ്ട് ഞാൻ തളരത്തില്ല. ഇതൊക്കെ ഇതൊരു ചവിട്ടുപൊടി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇനി മുന്നോട്ട് ഒരുപാട് ഉയർത്തെണീക്കും ഞാൻ. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം വേണം. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു.
അറിയാതെ വഴിയിൽ കൂടെ എങ്കിലും ഗണേഷ് കുമാർ ഓട്ടോറിക്ഷ